ഹലോ, ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ പാക്ക് ചെയ്യാണ് കേട്ടോ. ഇതിൽ കുറച്ച് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ പണി പാളാൻ ചാൻസ് ഉണ്ട്. കാരണം ഓർഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ അഡ്രസ്സും ഓരോ ഐറ്റംസും ശ്രദ്ധിച്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് സമയം ഇതിന് തന്നെ വേണ്ടി വരും. ഇഷൽ ബേബി ഉറങ്ങുന്ന ടൈമിലും അല്ലെങ്കിൽ അവൾ നല്ല മൂഡിലിരിക്കുന്ന ടൈമിലൊക്കെയാണ് കേട്ടോ ഓർഡേഴ്സൊക്കെ വേഗം പാക്ക് ചെയ്യുക. ഓർഡേഴ്സ് എല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ ഞാൻ അവിടെ എണീക്കാറുള്ളൂ. കാരണം ഇത് പകുതിയിൽ വെച്ച് പോകാൻ പറ്റിയ കാര്യമില്ല. കാരണം ഓർഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പണി പാളും. പിന്നെ ഇതേ ഇക്കു എല്ലാം കൂടി കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ പാക്ക് ചെയ്തേന്ന് ഇക്കു ഒന്നും കൂടി ചെറുതാക്കി പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം എടുത്തിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ദേശൽ ബേബി വണ്ടിയിലൊക്കെ കയറിയിരുന്ന് കുറച്ചേരം ഇക്കുൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആൾ ഇതേ സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. അങ്ങനെ കുറച്ചേരം മുന്നിയുടെ കൂടെ കിടക്കുന്ന സമയത്താണ് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള ഏതോ ഒരു ഐറ്റമാണ് കേട്ടോ. എന്താണെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതേ ഇഷൽ ബേബി അപ്പോഴത്തേനും എഴുന്നേറ്റു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെന്താണെന്നുള്ളത് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് എന്താണെന്നൊന്നും ചെക്ക് ചെയ്യാൻ നിന്നില്ല. തുറന്ന് തന്നെ നോക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഇത് ഇഷൽ ബേബിക്കുള്ള ഐറ്റമാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. ഈ ഒരു ഐറ്റം ഞാനിവിടെ അടുത്തുള്ള ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതൊരു സ്മാഷറാണ്. നമുക്ക് ഫുഡൊക്കെ ഒന്ന് സ്മാഷ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മാക്ക് ഇന്ന് അട കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ പിന്നെ അട ഉണ്ടാക്കുന്ന പരിപാടിയായി. ചായയും റെഡി ആയിട്ടുണ്ട്. എനിക്ക് അട ചുട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എനിക്കുള്ളത് ഞാൻ ഒരെണ്ണം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് കുടിക്കാനായിട്ട് ഞാൻ കോഫിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇക്ക് എപ്പോഴും ഈ ഒരു ബ്രാൻഡിൻ്റെ ഫിൽറ്റർ കോഫിയാണ് മേടിക്കാറ്. നല്ല അടിപൊളി കോഫി കേട്ടോ. പിന്നെ എൻ്റെ ഇതേ അട ഞാൻ രണ്ട് സൈഡും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആവിയിൽ വേവിക്കാൻ വെച്ച അടയും ഇവിടെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മഗ് ഇതാണ്. അപ്പോൾ അതിൽ എൻ്റെ കോഫിയും എടുത്തിട്ട് എൻ്റെ അടയും എടുത്തിട്ട് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇവിടങ്ങളിലൊക്കെ എല്ലാവരും അട വേവിച്ചിട്ടാണ് കഴിക്കാറ്, ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ട്. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളത് ഇങ്ങനെ ചുട്ടിട്ടുള്ള അട കേട്ടോ. എനിക്കിങ്ങനെ ചുട്ടെടുത്തിട്ടുള്ള അട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇക്കു വന്ന സമയത്ത് ഇതേ ഒരു സ്പെഷ്യൽ ഐറ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇഷൽ ബേബിക്ക് 7 months സ്റ്റാർട്ടാവുന്ന ഡേ ആണ്. അപ്പോൾ ഇതേ ആ ഒരു സന്തോഷത്തിന് ഇക്കു ഒരു കുഞ്ഞി കഷ്ണം കേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ആളെ സെറ്റാക്കിയിട്ട് കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് തന്നിട്ടുള്ള ഉടുപ്പാണ് കേട്ടോ ഞാൻ ബേബിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ വാപ്പിയും മോളും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാണ്. അവൾക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് ആളെ കൊണ്ട്. ഇപ്രാവശ്യം കരച്ചിലും ബഹളമൊന്നുമില്ല. ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ഞങ്ങൾ കഴിച്ചു, ഹാപ്പിയായി. ഈ ഒരു കുഞ്ഞു കഷ്ണം കേക്കിൽ ഞാൻ എൻ്റെ തുമ്പി മോൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. അവൾക്ക് ഇന്ന് 9 months സ്റ്റാർട്ടാവുന്ന ഡേ ആണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ അടിപൊളിയായിരുന്നു. ദേശിൽ ബേബി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.